അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അങ്ങനെ ഗായ്സ്, അലേഹ ഫുഡ് കഴിക്കുകയാണ്. അലേഹൻ്റെ ഫുഡ് കണ്ടോ, ഇഡലി പിച്ചിട്ടിട്ട് ഇഡലീൻ്റെ മുകളിൽ കുറച്ച് കറി. എങ്ങനെ ഫുഡ് കഴിക്കുക? കാണിച്ചു കൊടുത്താ ആൾക്കാർക്ക്, സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുത്താ കാണിച്ചു കൊടുക്ക്. കാണിക്കേ, തിന്നടി. ഇപ്പം തിന്നാൻ തരാം. ഇതാ തോക്ക എന്നാ മുട്ടായി. ഇതെന്ത് തൊള്ള പൊളിക്കാത്ത കാട്ട്. ഈ ഒരു സമയം ഉണ്ടല്ലോ, ഈ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്ന ടൈമിൽ തൊള്ള പൊളിച്ചില്ലാന്നുണ്ടെങ്കിൽ അടിയിന്നൊരു കയറലുണ്ട്. കാട്ട്. അവൾക്ക് ഒറ്റക്ക് തിന്നാനാ. അന്ന് എൻ്റെ കുട്ടി ഒറ്റക്ക് തിന്നാ നോക്കട്ടെ. എന്നാ തിഞ്ഞേ. കയ്യിട്ട് പൊട്ടിസൂറ നോക്കി. അതൊക്കെ തിന്നിട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പം മുട്ട തരാവേ. അങ്ങനെ ചക്കര നീച്ചു. എൻ്റെ കുട്ടിക്ക് തിന്നാൻ കൊടുക്കണില്ലേ? ഞാൻ തിന്നാൻ കൊടുക്കുമ്പോ അത് തിന്നണില്ല. എന്നിട്ട് ഓള് ഒറ്റക്ക് തിന്നാ. ഇതിന് അനക്ക് തിന്നാൻ വേണ്ടടാ. ഗായ്സ്, ഉമ്മ എത്തിയിട്ടുണ്ട്, അലൻ എത്തിയിട്ടുണ്ട്, സീനു എത്തിയിട്ടുണ്ട്, അലേഹ എത്തിയിട്ടുണ്ട്. ചക്കര ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇന്ന് ഇഡലി അതിനൊക്കെ കഴിച്ച പാട് ഓരോ ചെറുപഴം കഴിച്ചോളൂ കേട്ടോ. നല്ല മധുരമാണ്, അടിപൊളി മധുരം. അലേക്ക് ഒരു ചെറുപഴം കൂടി കട്ട് ചെയ്ത് കൊടുക്കട്ടെ. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിനെ പാമ്പ് വരുന്നതിനുള്ള സൊല്യൂഷൻ കണ്ടിട്ടുണ്ട്. ഈ ഗ്യാപ്പ് നമ്മൾ അടച്ചു. നായ വരുന്നതിനുള്ള സൊല്യൂഷൻ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ അടച്ചു. പൂച്ച വരുന്നുണ്ടോ? ഇനി പൂച്ച വരെ ഒരു പാകമല്ല. അത് ചാടും. പൂച്ചനെ കണ്ടിട്ടാണ് തിന്നണത്. അമ്പറ എന്റെ കുട്ടി അമ്പറ. പിന്നെ നിങ്ങളോട് മൂന്നാളോടും പാടെ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ തന്നെയാണ് പെണ്ണുങ്ങൾ ആദ്യം പറയും മക്കൾക്ക് ടി വി കാണിച്ചു കൊടുക്കരുത്, അത് ഇത്. എന്നിട്ട് ഇവിടെ ചക്കരയുടെ ഒക്കെ കുട്ടി ചക്കര ആകെ കാണിച്ചു കൊടുക്കുന്ന ടി വിയാണ്. എൻ്റെ കുട്ടീൻ്റെ വെയിറ്റ് പറയണതും എൻ്റെ കുട്ടീൻ്റെ തൂക്കം പറയണൊക്കെ ആൾക്കാർക്ക് പ്രശ്നമാണ്. പക്ഷെ അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇജ്ജ് കാണിക്കണത് ഇവിടെ കുറച്ച് മോശമാണ്. അല്ല ഈയാണെങ്കിലും ഇനി ഉമ്മയാണെന്നുണ്ടെങ്കിലും നിങ്ങളൊക്കെ ഞാൻ പറയണേ. നിങ്ങൾ മുട്ടായും കൊടുക്കുന്നുണ്ട്, ഇജ്ജ് ടി വിയും കാണും, നിങ്ങൾ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവളാണെന്നുണ്ടെങ്കിൽ കുട്ടി തിന്നണില്ലാച്ചിട്ട് കുട്ടിക്ക് ഫുൾ സ്ക്രീനാ. ഇപ്പൊ ഈ കുട്ടിക്ക് ആകെ അറിയണ എന്താണെന്നറിയോ? എന്താ കുഞ്ചി അമ്മക്ക് 5 മക്കളും കാത്തൂനും കാക്ക കൂടെ പടി. വേറൊരു മനുഷ്യനെ അറിയില്ല. എന്താണ് 24 മണിക്കൂർ ഇതാണ് സ്ക്രീൻ പ്ലേ. എങ്ങനെ മടുക്കാതിരിക്ക? 100 വട്ടം കണ്ടിക്കൂടെ? ഈ കണ്ടത് തന്നെ കാണുമ്പോ കുട്ടികൾക്ക് പിരാന്താവില്ലേ? നിങ്ങളാണ് മെസ്സേജ് നമ്മള് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ ഒക്കെ എല്ലാം കണ്ടു മടുത്തിട്ട് ഇപ്പൊ മതിയായിക്കണം. ഇനി പുതിയ കാർട്ടൂൺ ഇറക്കിയിട്ട് വേണേ. ചക്കരയൊക്കെ ചോറ് കൊടുക്കണ മടിയിൽ കടത്തിയിട്ട് ടി വി കാണിച്ചിട്ടാ. അതങ്ങനെ കുട്ടി തിന്നണുള്ളൂ. അപ്പൊ തിന്നിപ്പിക്കണോ? 2 ദിവസം തിന്നില്ലെങ്കിൽ 3-ാമത്തെ ദിവസം വേറെ എന്തെങ്കിലും വായി കാണണം. കുട്ടി കൊടുത്താലും മാറില്ല. കുട്ടികളെ കാണുന്നതാ. നമ്മുടെയൊക്കെ മക്കളെ കാര്യം പറയട്ടോ, ഇവിടെയൊക്കെ തന്നെ അവസ്ഥ. ഇവര് ആദ്യം പ്രസവിക്കുന്ന ടൈമിൽ ഇന്റെ കുട്ടിക്ക് അത് കാണിച്ചു കൊടുക്കൂല, ഇന്റെ കുട്ടിക്ക് ഇത് കാണിച്ചു കൊടുക്കൂല. ഈ പറയുന്ന ആൾക്കാർ തന്നെ ആവും എന്ത് കാണിച്ചു കൊടുക്കണ്ടാവുക? ടി വി അന്ന കാർട്ടൂണ്. ഇനി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് തിന്നാൻ കൊടുക്കാനും ഇടങ്ങാറാണ്, തിന്നൂല. അപ്പോൾ ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ ഓരോ വായ തുറക്കുമ്പോൾ ഇവര് അതിനോട് ഇങ്ങനെ അഡിക്റ്റ് ആവുകയാണ് അല്ലേ? ഇപ്പൊ കാണിച്ചു കൊടുക്കണ്ടോ? മണിയോ എന്ത് അടിക്കരുത്, വടി എടുക്കണോ? ഒരു വില തരണ്ട എനിക്ക്. ഇങ്ങോട്ട് നോക്ക്. എന്നോട് ഈ പറയുന്നത് തിന്ന്. ആരോടാ പറയണേ? ഇവറ്റൊക്കെ എന്താ ഈ ടി വിമ്മ കൂടിയിരിക്കണത് ഞാൻ അറിയിക്കണേ. നിങ്ങൾക്കൊക്കെ ഞാനൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ചക്കര എന്നെ കുറ്റം പറയുമ്പോ എനിക്ക് വല്ല ഇറിറ്റേഷൻ വരുന്നുണ്ടോ? ഇറിറ്റേഷൻ ഉണ്ടോ എനിക്ക്? അനക്ക് തോന്നിയിട്ടില്ല എന്റെ കുട്ടിക്ക് ടി വി കാണിച്ചു കൊടുക്കുന്നത് നല്ല ആളെന്ന്? ഇന്നലെ തോന്നി പറഞ്ഞ സിനു ചക്കര ഇത് നോക്കിയേക്കാ, ചക്കര ഇതൊന്ന് നോക്കിയേക്കാ. കുട്ടികളെ കയ്യും കാലൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. കുട്ടിനെ ഒരാള് കൊടുക്കുമ്പോ കളിപ്പിച്ചു കൊടുക്കുക. ഇവിടെ ആണുങ്ങള് തൂർണ നോക്കി നിന്നോളി. നിങ്ങൾ എത്ര കുട്ടികളെ വളർത്തി? ഞമ്മക്ക് ടി വി കാണിച്ചു നിന്നു. അത് ശരിയാണല്ലോ. എനിക്കെന്താ കാണിച്ചു തന്നീന്നറിയോ? അപ്പുറത്തെ പച്ചല അതൊക്കെ എനിക്ക് കാണിച്ചു. അതുകൊണ്ടപ്പോ ഞാൻ പോത്തുപോലെ ആയിക്കളെ.
നമുക്ക് അതാ കാണിച്ചെന്ന്. ഇപ്പൊ കുട്ടികൾക്ക് അല്ലെ, അത് ഇപ്പത്തെ കാലം അങ്ങനെ കേട്ടോ. നമ്മളെ മാത്രമല്ല, ഒരുപാട് കുട്ടികൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആരും ഇത് ഇതേമാതിരി തുറന്നു അറിയില്ല എന്ന് മാത്രം. കാരണം അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ അല്ലേ. കഞ്ഞി വെള്ളം പടയിലാട്ടി വെച്ചിട്ട് ഒരതി ഉടച്ചിട്ട് സ്പൂണോണ്ടാണ് കോരി കൊടുക്കുക അല്ലേ. നമ്മളെന്താ ഷാവനാന്റെ കുട്ടികളല്ലേ വെച്ചിട്ട് തല്ലുമില്ല പിച്ചുമില്ല ഒന്നും ചെയ്യൂല. നിന്നിട്ടേ പള്ളയിലാവട്ടെ വെച്ചിട്ടാണ് TV ഒക്കെ കാണിച്ചു കൊടുക്കുന്നത് ചെലോല്. ഇത് അതൊരു കുട്ടികൾ തിന്നാനുള്ള ഒരു സാധനമായിട്ട് നിങ്ങൾ കണക്കാക്കാതിരുന്നാ മതി. അപ്പൊ മുതൽ ആരും TV കാണിച്ചിട്ട് മക്കൾക്ക് ഫുഡ് കൊടുക്കരുത് കേട്ടോ. ഞാൻ ഇനി TVയുടെ കേബിള് ഊരിടാൻ വേണ്ടി പോവാണ്. ഏത് ഉമ്മയും കാർട്ടൂണാ കാണണേ. കുട്ടികളെ മാരിയാണ്. കുട്ടികൾക്ക് നിങ്ങളൊരു പാട്ടോട് ആര് പറഞ്ഞു മ്യാവ് പാട് നോക്കട്ടെ. പെയ്ച്ചോ നോക്കട്ടെ. എന്ത് കാർട്ടൂണോ? നിങ്ങളൊക്കെ അതാ കാണണേ. അല്ലാ, ഇതേമാതിരി നിങ്ങളെ പെരയിലും ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഞാനൊന്ന് മക്കൾക്ക് കാർട്ടൂൺ കാണിച്ചു കൊടുക്കില്ല കേട്ടോ. ഞാൻ പാട്ട് വെച്ചു കൊടുക്കല. അങ്ങനെ ഷിഫ്റ്റ് ചെയ്തു. ഇനി അടുത്ത ആള്. എടി അതിനെ ഫുള്ളാക്കേ. ഈ ആ കുട്ടീനെ വല്ലാതെ നോക്കണില്ല കേട്ടോ. ഇനി TV കാർട്ടൂൺ കാണിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇത് തിന്നിട്ട് വെച്ചിട്ട് അതിനെ കൊടുക്കാതിരിക്കുക. എനിക്ക് കൊടുക്കാറില്ലേ. ഇങ്ങോട്ട് വാ, കൊടുക്ക് തിന്ന്. അയ്യബ് ഫുഡ് കഴിച്ചോണ്ടിരിക്കണം. അയ്യബുവിന് ഇന്നലെ തൊട്ട് ഫുഡ് കൊടുക്കൽ തുടങ്ങി. അയ്യബ് ഇതാ ഫുഡ് കഴിച്ചോണ്ടിരിക്കണേ അല്ലേ. അലേഹദ ഒരു ചെറുപഴ പേറ്റിയും കൊണ്ടിരിക്കണേ. അലേഹ ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കല്ലേ. പൊതിച്ചോറിന് എന്തൊക്കെയാ വേണ്ട വെച്ചാൽ പറഞ്ഞോളി. മീൻ കൊടു നിൽക്കണേ. ചിക്കൻ വേണോ? പൊതിച്ചോറിന് ചിക്കൻ വേണോ? പിന്നെ ഇതിലെന്താ ഉണ്ടാവുക? ഇതിൽ കോഴിമുട്ട ഉണ്ടാവും, അച്ചാറുണ്ടാവും, ചമ്മന്തി ഉണ്ടാവും, എന്തെങ്കിലും ഒരു മീൻ പൊരിച്ചുണ്ടാവും, ഒരു ഉപ്പേരി ഉണ്ടാവും, കറി ഉണ്ടാവും. ഇതിപ്പോ എന്ന് ഈ പെരയിലുള്ളല്ലോ. ഒരു പൊതിയിലാക്കിയ പോലെ നല്ല രസമാണ്. ഉമ്മ എന്തായാലും ഇവിടെ 2 ഉപ്പേരി ഉണ്ടാക്കലുണ്ട്. എപ്പോഴോ പൊതിഞ്ഞേക്കണോ? ഓള് തിന്നാതായപ്പോ ഇന്റെ ഫുഡാണ് ഞാൻ ഓൾക്ക് കൊടുക്കുന്നത്. അതായത് എന്ത്, കുറച്ച് യോഗേട്ടും അതിൽ കുറച്ച് പപ്പായയും കട്ട് ചെയ്തപ്പോൾ ഓളൊക്കെ തിന്നിട്ടോ. ഓൾക്ക് ഇഷ്ടമുള്ള സാധനത്തിന് ഓള് തൊള്ള പൊളിക്കും കണ്ടോ. അപ്പോൾ കുറച്ച് വിശ നിൽക്കണേ. അതുകൊണ്ടാണ് ഇതിൽ ഏകദേശം പകുതി ഉള്ളത് ഓള് തിന്നിക്കണേ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്ത് സിനുവിൻ്റെ ചാനലിൽ ഒരടിപൊളി പൊതിച്ചോറിൻ്റെ വീഡിയോ ഈ ഫോണിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ പാടത്തിലിടാനുള്ള സമയം കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ നേരം കൊടുക്കണമെങ്കിൽ അതെടുത്ത് ഒക്കെ കെട്ടി വെച്ചിട്ടൊക്കെ വേണം ഇടണമെങ്കിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ വിഷ്വൽ ഞാൻ എന്തായാലും എടുത്തു വെക്കുന്നുണ്ട്. അപ്പോൾ കുറേ കാലമായാലും സിനുവിൻ്റെ ചാനലിൽ കിച്ചൺ ചാനൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്ന് പൊതിച്ചോറിൻ്റെ പരിപാടിയാണ്. അപ്പോൾ പൊതിച്ചോറിൽ എല്ലാവരും ഉണ്ടാക്കുന്ന മാതിരത്തെ പൊതിച്ചോറാവില്ല. ഇവിടെ ഉള്ളത് വെച്ചിട്ടുള്ള പൊതിച്ചോറാണ്. കാരണം ഇന്ന് സ്വാഭാവികമായിട്ട് എന്നും ഉണ്ടാക്കുന്ന പോലത്തെ ഫുഡ് ഉണ്ടാക്കി അതിൽ കൂടെ എക്സ്ട്രാ ഒരു 3-4 സാധനം കൂടെ ഒക്കെ വെച്ച് ഇല തൂമിച്ചെങ്ങാണ്ട് എന്താണ് പൊതിച്ചോറാക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ്. അപ്പോൾ ഈ വീട്ടിൽ ഏകദേശം 3 വെപ്പുണ്ട്. ഒന്ന് എനിക്ക്, ഒന്ന് നിജാസിന്, ഒന്ന് ഉമ്മാക്ക്. ഉമ്മാക്കല്ല ബാക്കിയുള്ളവർക്കൊക്കെ. കാരണം എനിക്ക് ബസുമതി റൈസ്, നിജാസിന് റേഷൻ പീടികത്തെ അരിയല്ല വേറൊരു അരി, ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെ റേഷൻ പീടികത്തെ അരി. അങ്ങനെയൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. കാരണം എനിക്ക് ഡയറ്റിൻ്റെ പരിപാടികൾ ഇതുകൊണ്ട്. ചക്കരക്ക് എന്താ പണി? പൊതിച്ചോ മീൻ വെച്ച് വേറെ മീൻ തിന്നാൻ വയ്ക്കുമല്ലോ. ഈ തിന്നില്ല വെച്ചിട്ട് ബാക്കിയുള്ള പണിയൊന്നും വെച്ചെടുക്കില്ല. അപ്പൊ സീനു മുട്ട പൊയ്യും കൊണ്ടിരിക്കണം. ഞാൻ നിന്റെ മുന്നാന്നിട്ട് കണ്ടന്റ് ഇട്ടിരുന്നു. കണ്ടില്ലേ? മില്യനാണ്, 2 മില്യൺ. അമ്മായിമ്മ പോലെ പാർട്ട് 3 വരെ എത്തിയിട്ടുള്ളൂ. 100 എണ്ണം ഉണ്ട്. 100 അമ്മായിമ്മ പോലെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമ്മായിമ്മ മാത്രമല്ല കേട്ടോ, മരുവള് പോലും ഉണ്ട്. പിന്നെ നാത്തൂൻ പോരുണ്ട്. പിന്നെ കുടിയനായ ഭർത്താവ്. അതായത് ഞാൻ ഇനി കുടിച്ചിട്ടൊക്കെ അഭിനയിക്കൂ. അങ്ങനത്തെ കുറേ സാധനങ്ങൾ റിലേറ്റ് ചെയ്യുന്ന കുറേ സാധനങ്ങൾ ചെയ്യാണ്ട്. ഇനി ഫുള്ള് കണ്ടന്റാണ്. ഒരു ദിവസം ഞാൻ അതിനായിട്ട് മാറ്റി വെക്കും കേട്ടോ. ഒന്ന് മാറ്റി പിടിക്കണം കുറച്ച് വീഡിയോസൊക്കെ. എന്തേ ഇല്ലേ? കണ്ടന്റിനില്ലേ? നിങ്ങൾ 10 ദിവസം ചേലത്ത് പോവാ? ഒരു പണിയില്ല. ഇതമ്മാൻ്റെ ആ ഇതുപോലെ പിടിച്ചോ, ഇതിനിങ്ങനെ ഇളക്കിക്കോ. ആ അതെ ഇളക്ക്.
എന്നാ എനിക്കുള്ള മാറ്റി വെച്ചില്ലേ എന്നിട്ട് ചോക്ക് കറക്ക് എന്തേലും ചെയ്തോളി. ഓക്കെ റോട്ടിന് നോക്കാൻ ആളായോ? ചെമ്മീൻ ഇത് കഴുകിയിട്ടില്ല. ചക്കര പണി കഴിഞ്ഞാൽ ചെമ്മീൻ കഴുകാണ്ട് കേട്ടോ. മത്തി ഉണ്ട്. മത്തി തപ്പ് വെക്കണ്ടെങ്കി ഒന്ന് തൽക്കാലം ഉള്ളത് കൊണ്ട് തപ്പ് വെച്ചോളി നിങ്ങള് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഇവിടെ ആരെയും നമ്മൾ പരാമർശിക്കുക കുറ്റമൊന്നുമല്ല, വെറുതെ പറഞ്ഞാണ്. വെറുതെ നല്ല കാര്യത്തിലാണ്. മക്കൾക്കൊന്നും മൊബൈൽ കാണിച്ചു കൊടുക്കരുത്. ഈ പറയുന്ന ആൾക്കാർ തന്നെ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു കൊടുക്കുക. അതിന് കണ്ടോട്ടെ, കുഴപ്പമൊന്നും ഇല്ലാന്ന് വിചാരിക്കും. പക്ഷെ അത് അപ്പൊ കാണിച്ചു കൊടുക്കണം. അപ്പൊ അങ്ങനെ നിവർത്തി ടി വി കാണിച്ചു കൊടുക്കലായിരുന്നു എന്റെ ഓപ്ഷൻ. പിന്നെന്താ എന്റെ അടുത്ത് മാത്രമേ വരുള്ളൂ കുട്ടി. അപ്പൊ അതുകൊണ്ട് ടി വി കാണിച്ചു കൊടുക്കുക. അതില് അങ്ങനെ ചെയ്യരുത് ഗൈസ്. അങ്ങനെയല്ല, നമ്മൾക്ക് വെയ്യാണ്ടായി കഴിഞ്ഞാലും പാടില്ലാതെ. ഇപ്പൊ കുട്ടി അത് തിന്നൂല വെച്ചിട്ട് കുട്ടീനെ കുത്തി തീറ്റിപ്പിക്കാൻ പറ്റൂലല്ലോ. അമ്മ എന്ന് പറഞ്ഞ ആരാ? പോരാളി. അത് കേട്ടിട്ടില്ല? KGF സിനിമ കണ്ടിട്ടില്ല? അത് കണ്ടിട്ടില്ല? അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല എന്ന് പറഞ്ഞിങ്ങനെ തന്താനീനാനേ താനിന്നാനേ താനേ നാനേനോ. ഇനി ചോത്തില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ടാളോ. വെച്ചുണ്ടാക്കാനൊന്നും വലിയ നിച്ച ഇപ്പോഴും പഠിച്ചിട്ടില്ല അല്ലേ? എനിക്ക് സിനുവിനെ കണ്ട് പഠിക്ക് അല്ലേ സിനോ? ആ കണ്ണെ കണ്ട് പഠിക്കല്ലേ? ആ കഥ പൊളിക്കണേ. അമ്മയേക്കാൾ വലിയ പോരാളി ആരും ഇല്ലാന്നുണ്ടെങ്കിൽ ഉമ്മാനെ നോക്കിയാൽ മതി. ചോത്തിട്ടില്ലെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ടോളം പറഞ്ഞിട്ട് ഞാനേ അല്ല